നിങ്ങളുടെ കുട്ടി ഇന്റലിജന്റ് ആണോ? എങ്കിൽ ഫുൾ ക്രെഡിറ്റ് അമ്മമാർക്കാണ്. അതെ, നമ്മളുടെ കുട്ടികൾക്ക് കിട്ടുന്ന മുഴുവൻ ബുദ്ധി വൈഭവത്തിന്റെയും പ്രധാന കേന്ദ്രം കുട്ടിയുടെ അല്ലെങ്കിൽ മാതാവാണ് എന്ന് പറയുന്നതാണ് ശരി എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു വാർത്തയെ ബേസ് ചെയ്താണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിയുമെങ്കിൽ വീഡിയോ മുഴുവൻ കാണുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ ഭാര്യമാരെയൊക്കെ കളിയാക്കുന്നത് അങ്ങോട്ട് നിർത്തുക. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ബുദ്ധിയുടെ കൂടുതൽ അംശവും നമ്മുടെ അമ്മമാരിൽ നിന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് അവരുടെ അമ്മമാരിൽ നിന്നാണ്. അങ്ങനെ ഒരു പഠനം നടക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. അതെ, അതായത് നിങ്ങളുടെ കുട്ടികളുടെ ബുദ്ധി വൈഭവം, ഇന്റലിജൻസ് അതെല്ലാം കിട്ടിയിരിക്കുന്നത് അവരുടെ അമ്മമാരിൽ നിന്നാണ്. ആരും അത്ഭുതപ്പെടേണ്ട. അതായത് ഒരു കുട്ടിയുടെ ബുദ്ധി വൈഭവം തീരുമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ രൂപപ്പെടുന്നത് ഒരു അമ്മമാരുടെ ജനിതക ഘടനയിൽ ഉണ്ടായ ഒരു കഴിവ് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കഴിവിന്റെ ഭാഗമാണ് കുട്ടികളിലേക്ക് പിന്നീട് എത്തപ്പെടുന്നത് എന്നാണ് പഠനം. വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഒരു വിഭാഗം ഗവേഷകരാണ് ഇതിനെപ്പറ്റി പഠനം നടത്തിയത്. സ്കോട്ട്ലൻഡിന്റെ വേറൊരു യൂണിവേഴ്സിറ്റിയും പഠനം നടത്തിയെന്ന് എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവര് നടത്തിയ പഠനങ്ങൾ പറയുന്നത് കുട്ടികൾക്കുണ്ടാവുന്ന ബുദ്ധി വൈഭവം അമ്മയിൽ നിന്ന് പകർത്തപ്പെടുന്നത് അല്ലെങ്കിൽ കിട്ടുന്നതിന് കാരണം, അതായത് ജനിതക ഘടനയിലുള്ള നമ്മുടെ ജീനുകളിലുള്ള ജീനുകളുടെ ഒളിച്ചുകളി എന്നാണ്. അതായത് പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം. അതായത് പ്രധാനമായും ക്രോമസോമുകളുടെ വ്യത്യാസം അനുസരിച്ചാണ്. സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത ക്രോമസോമുകളാണെന്ന്, അതായത് ക്രോമസോം സംഖ്യകൾ വ്യത്യസ്തങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് എക്സ് എന്ന് പറയുന്ന ഒരു ക്രോമസോമിൽ ജീനുകളാണ് നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധി വികാസം രൂപപ്പെടുത്തുന്ന ഒരു ഘടകം എന്നാണ് പറയപ്പെടുന്നത്. ഇത് പുരുഷന്മാരിൽ ഒന്നും സ്ത്രീകളിൽ രണ്ടുമെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കൂടുതലും സ്ത്രീകളിൽ നിന്നായിരിക്കും കുട്ടികളിലേക്ക് ഈ ക്രോമസോമുകൾ അതായത് കൈമാറ്റം ചെയ്യാനുള്ള കൂടുതലും സാധ്യത. അത് മാത്രമല്ല അവർ പറയുന്നത്, അതായത് പഠനം നടത്തുമ്പോൾ ഈ പിതാവിൽ നിന്നാണ് ഈ ജീനുകൾ കുട്ടിയിലേക്ക് പോകുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സ്വയം ജീനുകൾ കുട്ടിയിലേക്ക് എത്തിപ്പെടുമ്പോൾ അത് സ്വയം നിർജീവമാക്കപ്പെടുന്നു എന്നും, മാതാവിൽ നിന്നും വരുന്ന ജീനുകളാണ് അത് പിന്നെ കാര്യക്ഷമമായി ബുദ്ധിയുടെ വികാസത്തിനുള്ള ജീനുകൾ കാര്യക്ഷമമായും പ്രവർത്തനക്ഷമമാകുന്നതുമെന്നാണ്, കുട്ടികൾ എത്തപ്പെടുമ്പോൾ പ്രവർത്തനക്ഷമമാകും എന്നുമാണ് പഠനങ്ങൾ തെളിയിക്കുന്നതെന്നാണ് ആ ഗവേഷകർ പറയുന്നത്. അതായത് ആ ഒരു ജനിതക ഘടനയിൽ ഉണ്ടായ മാതാവിന്റെ ജീനുകളാണ് പ്രവർത്തനക്ഷമതമായി നിൽക്കുന്നത്. ബുദ്ധിവികാസത്തിനുള്ള കാരണം എക്സ് ക്രോമസോമുകളാണെങ്കിൽ അത് അവർക്ക് നിലനിൽക്കുമ്പോൾ ആ ഒരു ബുദ്ധി വൈഭവത്തിന്റെ കേന്ദ്രം തന്നെ മാതാവിൽ നിന്നുണ്ടാവുന്ന ജീനുകളാണെന്നാണ് പറയുന്നത്. ഇവർ എന്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പഠനം നടത്തി, എലികളിലാണ് പഠനം നടത്തിയത്. അതായത് എക്സ് ക്രോമസോമുകൾ കൂടുതലും എലികളിൽ നിക്ഷേപിച്ചപ്പോൾ എലികളുടെ നമ്മുടെ ബ്രെയിൻ കൂടുതൽ വളർന്നെന്നും ഈ ശരീരം ചെറുതായെന്നും, എന്നാൽ ഈ പുരുഷത്വത്തിന്റെ ഈ ക്രോമസോമാണ് കൊടുത്തപ്പോൾ എലികളുടെ ശരീരം വളരെയേറെ വലുതായെന്നും ബ്രെയിൻ വളരെ ചെറുതായെന്നുമാണ് ഇവരുടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. രണ്ടാമത് പറയുകയാണെങ്കിൽ ഇത് മാത്രമല്ല, മനുഷ്യരിൽ 1994 മുതൽ 12,286 18-നും 22-നും വയസ്സിനും ഇടയിലുള്ള ആളുകളെ നിരീക്ഷിച്ചുവെന്നും ഇവരിലുണ്ടാകുന്ന സ്വഭാവ ഗുണങ്ങളും ബുദ്ധി വൈഭവവും എല്ലാം നിരീക്ഷിച്ചുവെന്നും ഇവർക്ക് പിന്നീട് ഇത് സ്വന്തമാക്കാൻ സാധിച്ചെന്നും, അതായത് കൂടുതൽ അമ്മയിൽ നിന്ന് വന്നവർക്കാണ് ഇതിന്റെ IQ കൂടുതൽ, അല്ലെങ്കിൽ ഒരു ബ്രില്യൻസ് അല്ലെങ്കിൽ ഒരു ചിന്താശേഷി കൂടുതലൊക്കെ ഇവരിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഇവരുടെ പഠനം സൂചിപ്പിക്കുന്നത്. അതായത് ഇവരുടെ ബുദ്ധി വൈഭവത്തിൽ ഉണ്ടാവുന്ന കാരണം, അതായത് ചിന്താശേഷിയിലുണ്ടെന്ന ഒരു വികാസമൊക്കെ നിയന്ത്രിക്കുന്നത് എക്സ് ക്രോമസോമിലുള്ള ജീനുകളാണ്. കുഞ്ഞിന്റെ ഓർമ്മശക്തി മുതൽ ഭക്ഷണശീലം വരെ സ്വാധീനിക്കാൻ ഈ ഒരു എക്സ് ക്രോമസോമുകൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. അതായത് ബുദ്ധി വികാസത്തിന് പ്രഭവ കേന്ദ്രമായ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത, വിവേചനം, ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിവേചനം, ഭാഷ തുടങ്ങിയവ രൂപപ്പെടുന്നത് ഈ ഒരു എക്സ് ക്രോമസോമുകൾ, അമ്മയിൽ നിന്നുണ്ടാകുന്ന ഈ എക്സ് ക്രോമസോമുകളുടെ ഒരു സ്വാധീനത്തിലാണെന്നാണ് പഠനം തെളിയിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഭക്ഷണശീലം, പല ശീലങ്ങളും ഈ ഒരു ജീനുകളാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതുമാത്രമല്ല ഇവർ പറയുന്നത് അമ്മയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കാനുള്ള കാരണം പല പാരമ്പര്യമായ കുറെ കാര്യങ്ങളും കൊണ്ടുണ്ട്. ഈ ഒരു സയന്റിഫിക് ആയ കാരണങ്ങൾ കൂടാതെ പാരമ്പര്യമായ പല കാരണങ്ങൾ കൊണ്ടുവരുന്നത് ഒരു കുഞ്ഞ് വളരുന്നത് കൂടുതലും കമ്പാരിറ്റീവ്ലി കൂടുതലും എല്ലാ കാര്യത്തിലുമല്ല, ഇപ്പൊ ചിലപ്പോൾ ചില അച്ഛന്മാരുടെ കയ്യിലുള്ള ചില കുഞ്ഞുങ്ങൾ പറയുന്നത്, പക്ഷെ കൂടുതലും അമ്മയാണ് അവരോട് കമ്പാരിറ്റീവ്ലി കൂടുതൽ സമയം ചെലവഴിക്കുന്നതെന്നും അമ്മയുടെ ഒരു ചിന്ത
ചിന്ത, സ്വഭാവം, മറ്റുള്ള കാര്യങ്ങൾ, അമ്മയുമായുള്ള ആശയവിനിമയം, ഇവരുടെ പരിതസ്ഥിതി, ചുറ്റുമാട് നടക്കുന്ന പല കാര്യങ്ങൾ, അമ്മ കൊടുക്കുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ അമ്മ കാണിച്ചു കൊടുക്കുന്ന വഴികൾ എല്ലാം കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ, അല്ലെങ്കിൽ ഒരു ചിന്താശേഷി വരുന്നത് വരെ സ്വാധീനിക്കുവാൻ കഴിയുമെന്ന് ഇതിൻ്റെ ഒപ്പം, ഈ പഠനങ്ങളുടെ ഒപ്പം ഈ ഒരു കാര്യങ്ങളും കൂടി അവർ പരിഗണിക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനി നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്, ആരും നമ്മുടെ ഭാര്യമാരെയോ ആരെയും ചീത്ത പറയരുത്. കുട്ടി എന്തെങ്കിലും നല്ല ഒരു ബ്രില്യൻ്റ് ആയ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ ബുദ്ധിയാണെന്നും, ചീത്തക്കാര്യം എന്തെങ്കിലും കുസൃതിത്തരങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് അവരുടെ ബുദ്ധിയാണെന്നും പറഞ്ഞ് ഒരു സ്ത്രീകളെയും കളിയാക്കാൻ നിൽക്കേണ്ട. കുട്ടി ബ്രില്യൻ്റ് ആണെങ്കിൽ മുഴുവൻ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്, അല്ലെങ്കിലും മുഴുവൻ ക്രെഡിറ്റ് അമ്മയ്ക്കാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ ഒരു സംഭവം പെട്ടെന്ന് ഒരു വാർത്ത കണ്ടപ്പോൾ, അല്ലെങ്കിൽ ഒരു ഇത് കണ്ടപ്പോൾ ഞാനൊരു കൗതുകമായി തോന്നി. അപ്പോൾ ഞാനിത് സെർച്ച് ഇതിനെപ്പറ്റി അറിയാൻ ശ്രമിച്ചു. ഗൂഗിൾ സെർച്ചും അത് ഒരു സെർച്ചൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, ഇത്രയും നേരം സംസാരിച്ചത്. അല്ലാതെ ഞാൻ ഈ ഒരു പഠനത്തിന്റെ ആധികാരികതയെ പറ്റിയോ അല്ലെങ്കിൽ സത്യാവസ്ഥയോ നിജസ്ഥിതിയെ പറ്റിയോ ഒന്നും അന്വേഷിക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതാണ് സത്യം എന്ന് ആരും വിചാരിക്കരുത്. നിങ്ങൾ കൃത്യമായി അവരുടെ പഠനങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് അതിൻ്റെ മാധ്യമങ്ങൾ കണ്ട കുറേ വാർത്തകൾ കൂടി ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ സത്യസന്ധത ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം ഒരു വാർത്ത, മാധ്യമ വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു, അത്രയേയുള്ളൂ. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തവർ നമ്മുടെ വീഡിയോകൾ കണ്ട് സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ എല്ലാ സുഹൃത്തുക്കൾക്കും സഹോദരർക്കും ബൈ.